ഇനി ഇന്ത്യയുടെ അടുത്ത ഏകദിന സീരീസ് ഇംഗ്ലണ്ടുമായിട്ടാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാവരും അതിൽ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, സർപ്രൈസ് ആയിട്ട് ഇപ്പോൾ സഞ്ജുവിനെയും ഏകദിന ടീമിൽ എടുത്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായിട്ട് 3 ഏകദിനമാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏകദിനത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയായിരിക്കും. അതുപോലെ കോഹ്ലിയും ഉണ്ടായിരിക്കും. ഇനി ഓപ്പണിംഗിലാണ് മാറ്റം വരാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ഓപ്പണർമാർ ഗില്ലും രോഹിത് ശർമ്മയുമാണ്. എന്നാൽ ഇപ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജുവിനെ കൂടി സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗംഭീർ. രോഹിത് ശർമ്മയും സഞ്ജുവിനെയും ഏകദിനത്തിൽ പരീക്ഷിക്കാനാണ് ഇന്ത്യൻ ടീമിന്റെ പദ്ധതി. അതുപോലെ ശുഭ്മാൻ ഗില്ല്, ഋതുരാജ്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ, സിറാജ്, ഷമി തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാനുണ്ട്. T20യിൽ നിന്ന് സഞ്ജുവിന് മാത്രമാണ് ഏകദിനത്തിലേക്ക് എടുക്കുന്നത്. ഇത് ഗംഭീറിന്റെ മറ്റൊരു പദ്ധതിയാണ്. സഞ്ജുവിനെ T20യിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിച്ചു. അതുപോലെ ഏകദിനത്തിലും സഞ്ജുവിന് അവസരം കൊടുക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. സഞ്ജു ഒരു വട്ടം കൂടി ഏകദിനം കളിച്ചാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജു കളിച്ച അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സഞ്ജുവിനെ ഓപ്പണിംഗിൽ അവസരം കിട്ടിയാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇംഗ്ലണ്ട് നിസ്സാരക്കാരല്ല. അവർക്കെതിരെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് കളിക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടുമെന്നത് ഉറപ്പാണ്. ഒരുപാട് മികച്ച താരങ്ങൾ ഇംഗ്ലണ്ടിനുണ്ട്. ഏകദിനത്തിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും മികച്ച ഫോമിലാണ്. രോഹിത്തും ഗില്ലും 2-3 സ്ഥാനങ്ങളിൽ റാങ്കിങ്ങിലുണ്ട്. ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് ഏകദിനത്തിൽ. ഇംഗ്ലണ്ടുമായിട്ട് ഫെബ്രുവരി 6-നാണ് ആദ്യ ഏകദിനം. അടുത്ത മാസമായിരിക്കും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. സഞ്ജു ഏകദിന ടീമിൽ ഇടം പിടിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.